Hi guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബെഡ് ലാമ്പ് ഉണ്ടാക്കാനായിട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതിന് പ്രധാനപ്പെട്ട മെയിൻ ആയിട്ട് വേണ്ട സാധനം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഒരു ബെഡ് ലാമ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒഴിവാക്കി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് ലാമ്പ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒട്ടും പറഞ്ഞു പറയട്ടെ, ഇന്നലെ നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എയർ ഫിൽറ്ററാണ്. കാറിൻ്റെയൊക്കെ ഒഴിവാക്കിയ എയർ ഫിൽറ്ററാണ്. ഇത് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ അവർ തരും. ഇത് അവർ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു സംഭവം, ഈ മെറ്റലിൻ്റെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യണം. ഒരു സൈഡിലത്തെ പെട്ടെന്ന് തന്നെ ഇളകി പോയിരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് മറ്റേ സൈഡിലേത് നമ്മളൊരു പ്ലെയർ വെച്ചാണ്ട് നമ്മൾ വിടിയിപ്പിച്ചെടുക്കണം. പ്ലെയർ വെച്ച് ഇതുപോലെ ചെയ്താൽ മതി. അത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വിട്ടുപോരൊന്നുമില്ല. അത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കുറച്ചൊന്ന് റിസ്ക് എടുത്താൽ അത് പോരും. ഒരു സ്ക്രൂ ഡ്രൈവർക്ക് ഉപയോഗിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ആ ഒരു മെറ്റലിൻ്റെ സംഭവം നമുക്ക് അതിൽ നിന്ന് കളയണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതൊരു പശ രൂപത്തിൽ എന്തോ സംഭവമാണ്. ഇതും നമുക്ക് പൊട്ടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു തുണി പോലുള്ള സംഭവം നമ്മളിതങ്ങ് പൊട്ടിച്ചാൽ മതി. അത് ഈ ഒരു സൈഡ് പശ നമ്മൾ വിടിയിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു തുണി പോലുള്ള സംഭവങ്ങൾ പൊളിച്ചെടുത്താൽ ഇത് സെറ്റായിരിക്കും. ഇനി നമ്മളൊരു കത്രിക ഉപയോഗിച്ച് ആ ഒരു തുണി പോലുള്ള ആ ഒരു സംഭവം അത് നമ്മളൊന്ന് വെട്ടി എടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇതാക്കണം, പൊളിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു കമ്പിയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നെറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് എടുക്കണം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു നെറ്റ് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഉള്ളിലുള്ള നെറ്റ് അതൊരു നിവർന്ന നെറ്റ് റൗണ്ടാക്കി മടക്കി വെച്ച രൂപത്തിലായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ വിട്ടു പോകാത്ത രൂപത്തിൽ എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്കിയുള്ളൊരു സംഭവം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു തുണി രൂപത്തിലൊരു സംഭവം നമുക്ക് ഇനി ആവശ്യമില്ല. നമുക്ക് ആ ഒരു നെറ്റ് മാത്രം മതി. അപ്പോൾ ഈ നെറ്റിലാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പണിയൊക്കെ നോക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ അടുത്തായിട്ട്. അപ്പോൾ നമ്മളിതായത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അതിനായിട്ട് നമുക്കൊരു ഇത് വേണം, കാർഡ്ബോർഡ് പീസ് വേണം. ആ കാർഡ്ബോർഡിൽ നമ്മൾ ഇതുപോലെ ഇത് വെച്ചതിന് ശേഷം നമ്മളൊരു മാർക്കർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഈ ഒരു നെറ്റിൻ്റെ ആ ഒരു റൗണ്ടിൽ നമ്മൾ ഇതിലൊരു റൗണ്ട് ഇടണം. ആ റൗണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാനാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഇട്ടു. ഇനി അടുത്തായിട്ട് നമുക്കിത് കട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു കത്രിക ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി. കുറച്ചൊരു ഹാർഡായിട്ടുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമ്മളൊരു പേപ്പർ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് നേരിട്ട് ബൾബ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ഗുമ്മുണ്ടാവില്ല കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ഒരു പേപ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണ ഒരു വൈറ്റ് പേപ്പർ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. കയറ്റി വെച്ചതിന് ശേഷം നമ്മളിത് വെച്ചതിന് ശേഷമാണ് പശ ഇട്ട് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ എന്തെങ്കിലും ഏകദേശം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ഫെവിക്കോൾ എന്തെങ്കിലും യൂസ് ചെയ്താണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. പുറത്ത് പശ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒട്ടി സെറ്റായതിനു ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കണം. അതിന് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒട്ടിക്കുക. അത് ഇതുപോലെയാണ് ഇത് ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ എടുത്ത് കുറച്ച് പശ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കറക്റ്റായിരിക്കണം. നിങ്ങൾ മുറിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കറക്റ്റ് വലുപ്പത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇതൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ചു. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഹോൾ ഇടണം. ഒരു കത്രിക ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഒരു ഹോൾ ഇട്ടാൽ മതി. ഹോൾ ഇടുമ്പോൾ ഇത് കീറി പോകാതെ നോക്കണം. കറക്റ്റായിട്ട് ഹോൾ ഇടണം. ഹോൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് 2 വയേഴ്സ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വിടാനാണ്. നമ്മൾ റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ 2 വയർ എടുത്തു.
എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടാനാണ്. നമ്മൾ അപ്പോൾ 2 വയർ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ബൾബ് ഇടാനായിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് 2 വയർ കടത്തി വിട്ടു. എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സൈഡിലേക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് നമുക്കൊരു ഹോൾഡർ പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ഹോൾഡർ ഫിറ്റ് ചെയ്യണം, ബൾബ് ഇടാനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്യണം. നമ്മൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ക്യാപ്പ് എടുത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഹോൾഡർ വലിച്ചെടുക്കണം. ഇതിൻ്റെ ബാക്കിൽ പിടിച്ചൊന്ന് വലിച്ചാൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഒട്ടിച്ച് കൊടുക്കണമെന്നില്ല, വെറുതെ അങ്ങ് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാവുന്നില്ല, കേടാരും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബൾബുണ്ട്. നമ്മളൊരു 0 ബൾബാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളറിലൊരു 0 ബൾബാണ്. 0 ബൾബ് ആയിരിക്കും ഇതിൽ ബെറ്റർ, കാരണം ഇതിലധികം വെളിച്ചമൊന്നും വേണ്ടല്ലോ. LED ഉപയോഗിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 0 ബൾബ് എടുത്തു. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കൊടുത്തു. ഇനി നമ്മളിത് ഓൺ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു വ്യൂ ആണ്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെറ്റിൻ്റെ ഷേപ്പും ഇതൊക്കെ. ഇതിനകത്ത് പേപ്പർ വന്നപ്പോഴാണ് അതിൻ്റെ സാധാരണ വൈറ്റ് പേപ്പർ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കൂട്ടുകാരുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇതിന് നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ ആ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതിൻ്റെ മുഴുവൻ വ്യൂ ഒന്ന് കാണാം നിങ്ങൾ. ഇപ്പോൾ നമ്മളിത് മേലായിട്ട് റൂമിൽ തൂക്കിയിട്ടതാണ് ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ബെഡ് ലാമ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഏതെങ്കിലും കൂട്ടുകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ.